നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. കെപിസിസി നിർവാഹക സമിതി അംഗമായിരുന്ന RS അരുൺരാജ്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BS അനൂപ് എന്നിവർ ബിജെപിയിലെത്തി. LDFന് പകരം മറ്റാരുണ്ടെന്ന ഇടതുപക്ഷത്തിന്റെ ചോദ്യത്തിന് BJP ഉണ്ടെന്ന് മറുപടി നൽകി രാജീവ് ചന്ദ്രശേഖർ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ CPMന് മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരെ പ്രതികരിക്കാനാകാത്ത പ്രതിപക്ഷത്തു നിന്ന് നിരവധി പേരാണ് കൊഴിഞ്ഞു പോകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തകൃതിയായി നടക്കുന്നതിനിടയിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി പേരാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗം RS അരുൺരാജ്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BS അനൂപ് എന്നിവർ ഭാരതീയ ജനതാ പാർട്ടിയിലെത്തി. ഇരുവരെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഈ നാടിന്റെ മാറ്റത്തിനായി വികസനത്തിനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുവലതു മുന്നണികളിലെ പ്രവർത്തകരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFന് പകരം മറ്റാരുണ്ടെന്ന ഇടതുപക്ഷത്തിന്റെ ചോദ്യത്തിന് BJP ഉണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ CPMന് മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്നു കിടക്കുമ്പോൾ മറ്റാരാണെന്ന് CPM ചോദിക്കുമ്പോൾ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ പോകുന്നു. മതിയായി, മാറ്റം തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് വികസിത കേരളമാണ്. വികസനം ഉള്ള 140 നിയോജക മണ്ഡലമാണ്. ഇതാണ് ജനങ്ങൾ ഈ ഇലക്ഷൻ പറയാൻ പോകുന്നത്. കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ പുറത്താക്കുന്നതിനുള്ള റിസർച്ച് നടക്കുന്ന കേന്ദ്രമായി ഐക്യജനാധിപത്യ മുന്നണി മാറിയെന്ന് BS അനൂപ് പറഞ്ഞു. പക്ഷേ നേതൃത്വം കാലാകാലങ്ങളിൽ കാണിക്കുന്ന അനീതി നമ്മളെ ഈ പ്രസ്ഥാനത്തു നിന്നും ചവിട്ടി പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നേതൃത്വം എടുക്കുന്ന തെറ്റായ തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയാണ് പുറത്താക്കുന്നതിനുള്ള റിസർച്ച് നടത്തുന്ന ഒരു പഠന കേന്ദ്രമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ കുടപിടിക്കുന്ന നേതാക്കളെ പിന്തുണയ്ക്കുന്നതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കണ്ടതെന്ന് RS അരുൺരാജ് വ്യക്തമാക്കി. ഏറ്റവും വേദനാജനകമായ കാര്യം, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള CPMന്റെ ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന നേതാക്കന്മാരെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഇന്നലത്തേതോടുകൂടി പുറത്തുവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. ജനം, തിരുവനന്തപുരം.